ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പെൻ കളക്ഷൻസ് എല്ലാം കാണിക്കാൻ പോവാണേ. ചെറിയ പനിയുണ്ട്, അതാണ് ശബ്ദം കുറവ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പെൻ കളക്ഷൻ. ഇത്തിരിയേ ഉള്ളൂ. അപ്പം എത്ര എണ്ണം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് ഇതൊക്കെയാണ് പേന. ചിലൊക്കെ ഗൾഫ്, പിന്നെ കൊൽക്കത്ത ഓരോന്നായിട്ട് ഫസ്റ്റ് ഈ പേന. ഇതെൻ്റെ ഫേവറേറ്റ് പേനയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേനയിൽ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം നമുക്ക് അടുത്ത പേന നോക്കാം. അടുത്തത് ഫാൻസി പേനസ് ഒക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫാൻസി പേനസ്, 3 എണ്ണേ ഉള്ളൂ. അപ്പം ഇത് തായ്ലാൻഡിൽ, ഇത് കൊൽക്കത്തയിൽ, ഇത് നാട്ടിൽ നിന്ന്. അപ്പം അങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ ഇത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന പേന. ഗുജറാത്തിൽ നിന്ന്. ഇതൊക്കെ പിന്നെ അങ്ങ് അവിടുന്ന് കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്ന പേന. ഇത്രയും നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇത്രയും പേനാസും കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ പേന. ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്കറിയാം, ഇത് ജൽപ്പനാണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ശബ്ദമല്ല. അപ്പം നെക്സ്റ്റ് സ്റ്റേഷനറി നമുക്ക് കാണുന്നത് ഒരു ബോക്സ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പെൻസിൽ ആൻഡ് സ്കെയിൽസ് ആണ്. പെൻസിൽ ആൻഡ് സ്കെയിൽസ് എൻ്റെ പെൻസിൽ ടോപ്പേഴ്സ് അതൊക്കെയാണ്. അപ്പം പെൻസിൽസ് ഞാൻ കാണിച്ചു തരാം. പെൻസിൽസ് എനിക്ക് വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അത് ഡാർക്ക് ആണ് കേട്ടോ, ഡാർക്ക്. This one is my pencil collection എന്ന് പറയാനില്ലേ. ഇത് വെറുതെ ഞാൻ കൊണ്ട് നടക്കുന്ന സാധനമാണ്. ഇതെനിക്ക് ഒരു കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പെൻസിൽ. പിന്നെ ഇതാണ് എൻ്റെ സ്കെയിൽസ്. 2 അല്ല 3 ഉണ്ട്. ഒരെണ്ണം ബോക്സിൽ ഇരിക്കുകയാണ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് റബ്ബർ കാണാം. റബ്ബർ ഒരു കുഞ്ഞു ഗ്ലാസ്സിലായിരിക്കണമെന്ന് വെച്ച് ഇച്ചിരി ആളെന്നൊന്നും വിചാരിക്കല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് സാധനങ്ങൾ വേറെയും ഉണ്ട്. ഇതൊക്കെയാണ്. ഓക്കെ, നമ്മുടെ റബ്ബർ കളക്ഷൻ നോക്കാം. ഇത് അനിയൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്. ഇത് നമ്മുടെ ചെറിയുടെ കൂടെ കിട്ടുന്ന ഫ്രീ. പിന്നെ ഇത് നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് തന്നെയുണ്ട്. ഇത് ഗുജറാത്തിൽ നിന്ന്. ഇനി ഇത് നാട്ടിൽ നിന്ന് അപ്പുക്കുട്ടൻ്റെ. ഇത് നാട്ടിൽ നിന്ന്. ഇത്
പേരുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. റിറ്റ്. ഇത് അങ്ങ് ഷിപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത സാധനം അപ്പം അടുത്തത് ബോക്സ് ഉണ്ട്. അപ്പം നമുക്ക് ബോക്സ് കാണാം. ഫസ്റ്റ് ഇതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ മേടിച്ചത്. ഇതിൻ്റെ ഷേപ്പ് കണ്ട് നല്ല പൊട്ടാത്ത നല്ല കാർഡ്ബോർഡ് പോലെ ഇരിക്കും. ഞാൻ പൊട്ടില്ല. അപ്പോൾ അതിൻ്റെ അഗ്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ എടുക്കാത്ത ബോക്സാണ് കേട്ടോ. അപ്പോൾ അടുത്ത ബോക്സ് നമുക്ക് കാണാം. അടുത്തത് ഏറ്റവും പണ്ടത്തെ ബോക്സാണ്. ഇതിൻ്റെ ഇവിടെ ഒന്നുമില്ല. അപ്പം ഈ ബോക്സാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ബോക്സ്. പിന്നെ